പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ പാസ്റ്റർ പറഞ്ഞ പോലെ 20 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു, ചിന്തിച്ചു. എന്നാൽ ഞാൻ ഓർക്കുന്നത് അതിൽ വിട്ടുപോയ ചില പോയിന്റ് ഉണ്ട് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ആ പോയിന്റ് കൂടെ കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ 19-ാം വാക്യത്തിലാണ്. 19-ാം വാക്യം നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സർവ്വസൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുവരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഇത്രയും വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് കർത്താവ് നമ്മളെവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് വന്നു ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇവിടെ 19-ാം വാക്യത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാതെ വിട്ട ഒരു കാര്യമുണ്ട്. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും എന്ന ഒരു വാക്കുണ്ട്. ഈ വാക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. എന്താണ് ഈ അവനിൽ സർവസമ്പൂർണതയും വസിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവിന്റെ നിത്യ അസ്തിത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഈ പ്രപഞ്ചവും ഇതിലുള്ളതൊക്കെയും സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആ ദൈവിക സമത്വം താൻ ഉരിഞ്ഞു വെച്ച് മാറ്റിവെച്ച് നീക്കി വെച്ചിട്ട് വെറും മനുഷ്യവേഷത്തിലാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആ കർത്താവ് മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചു ഉയർത്ത് കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ ആ പൂർവ മഹത്വവും ആ ഉയർത്തപ്പെട്ട ക്രിസ്തുവിന് നൽകി എന്ന് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ ഉണ്ട്. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പൂർണ്ണ ദൈവമാണെങ്കിലും ആ ദൈവികമായിരിക്കുന്ന യാതൊരു വിധമായിരിക്കുന്ന പ്രവൃത്തികളുമല്ല കർത്താവിന്റെ ഭൂമി ജീവിതകാലത്ത് താൻ പ്രകടമാക്കിയത്. താൻ കേവലം ഒരു മനുഷ്യനായി. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം തനിക്ക് വരുത്താനായിട്ട് പറ്റുകയുള്ളൂ. ആ ഒരു കേവല മനുഷ്യനായി വന്ന് താൻ എല്ലാവരെക്കാളും ദൂതന്മാരെക്കാളും താഴ്ച വന്നവനായി താൻ തീർന്നു. മനുഷ്യവേഷത്തിൽ തീർന്നത് കൊണ്ട് ദൈവവും നമ്മുടെ കർത്താവിനെ ഉയർത്തി 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 ഉന്നതങ്ങളിലേക്ക് സർവനാമത്തിന് മീതെ മേലായ നാമം കൊടുത്ത് ഉയർത്തി. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ആ ഉയർത്തപ്പെട്ട മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ടതായിരിക്കുന്ന ക്രിസ്തുവിൽ നൽകിയെന്നാണ്. ഇതേ കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. കൊലോസ്യർക്ക് എഴുതിയ ഇതേ ലേഖനം തന്നെ അതിൻ്റെ 2-ാം അധ്യായം 9-ഉം 10-ഉം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താഗ്രഹിച്ചാൽ മതി? തേജോമാനായിരിക്കുന്ന എൻ്റെ കർത്താവിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ചാൽ മതി. കാരണം ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഒരു മനുഷ്യരൂപം എടുത്താൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ കാണാൻ പറ്റുമെങ്കിൽ അതാ ഉയർത്തപ്പെട്ട ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് പത്മോസിൽ വെച്ച് യോഹന്നാൻ കണ്ട കാഴ്ചയെ അതിഗംഭീരമായി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
ദമസ്കോസിൽ വെച്ച് പൗലോസ് കണ്ട കാഴ്ചയും. അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഉയർത്തപ്പെട്ട ക്രിസ്തുവിന് നൽകി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കർത്താവായി യേശു ക്രിസ്തുവിനെ ഉയർത്തി ഉയർത്തി ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വീണ്ടും യഥാസ്ഥാനത്ത് നൽകിയതുപോലെ തന്നെ ആ ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, എൻ്റെ പ്രിയമുള്ളവരെ, കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷം അറിയാവോ? നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുകയാണ്. നോക്കിയാൽ നമ്മൾ വായിച്ച കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എന്താ വായിച്ച്? അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് 10-ാം വാക്യം പറയാണ്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുടെ പരിപൂർണതയാണെങ്കിൽ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ ക്രിസ്തുവിനാൽ നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കുക? നമ്മൾ ഓരോരുത്തരും പരിപൂർണരായിരിക്കുക എന്നാണ്. അതെന്തൊരു ആശ്വാസകരമായ വാക്കല്ലേ. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് കോട്ടയം സഭയില് ഈ വാക്യങ്ങളാണ് ഞാൻ ക്ലാസ് ആയിട്ട് എടുത്തത്. 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയുണ്ടായി. അപ്പൊ നമ്മള് ആ വിധത്തിൽ പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിൽ വസിക്കുന്നവനായിരിക്കുന്ന പോലെ നമ്മളും ആ വിധത്തിൽ പരിപൂർണരായിരിക്കുന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് ആ താഴ്ത്തിറങ്ങി വന്നവനായിരിക്കുന്ന കർത്താവിനെ എത്രമാത്രമാണ് ഉയർത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അതിന്റെ ഏകദേശം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ ക്രിസ്തുവിന്റെ താഴ്ചയെ കുറിച്ച് പറയുകയാണ്. ഒന്നെല്ലാവരും ശ്രദ്ധിച്ചേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം തൊട്ട്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പം അവിടെ 1-ാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു, ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴ്ന്നു വന്ന കർത്താവിന്റെ താഴ്മ എത്രത്തോളമായിരുന്നു? താഴ്ന്ന് 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 നിന്ദ്യമായ ഒരു മരണത്തിലേക്ക് താഴ്ന്നു, ക്രൂശിലെ മരണത്തിലേക്ക്. ക്രൂശ് മരണം എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്ത് ഏറ്റവും പരിഹാസ്യമായ മരണമാട്ടോ. നമ്മളൊക്കെ മരിക്കുമ്പം ഭാഗ്യകരമായിരിക്കുന്ന മരണം, കാരണം നമ്മളുടെ മരണം ക്രിസ്തുവിലാണ്. എന്നാൽ കർത്താവിന്റെ മരണം ശാപമരണമായിരുന്നു. അപ്പൊ ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി എന്ന് 1-ാമത്തെ കർത്താവിന്റെ അവസ്ഥ പറഞ്ഞിട്ട് അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഈ താഴ്ത്തിയത് കൊണ്ട് ദൈവം, പിതാവായിരിക്കുന്ന ദൈവം എന്ത് ചെയ്തു? അവനെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. എന്നിട്ട് എവിടത്തോളം ഉയർത്തി? സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ്, ദൈവം, ലോഡ്, യേശു ക്രിസ്തുവിനെ എല്ലാ നാവും വിളിക്കാൻ പോകുന്നതെന്നറിയാവോ? ഓ ദൈവമേ എന്നാണ്, ലോഡ് എന്നാണ്. യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളവിടെ കാണുകയാണ്, താഴ്ന്ന് 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 ഈ അവസ്ഥയിലേക്ക് എത്തിയതായിരിക്കുന്ന കർത്താവിനെ മഹത്വം ധരിപ്പിച്ച് ഉയർത്തി 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 എല്ലാ നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സർവസമ്പൂർണതയും എവിടെ കാണാമെന്ന് ചോദിച്ചാൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ, മരിച്ചവരിൽ നിന്ന് ഉയർത്തപ്പെട്ട ക്രിസ്തുവിൽ കാണാം. ആ ക്രിസ്തുവിനെ, അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങളാരും ഉദ്ദേശിക്കുന്ന മാതിരി സാധാരണ ഒരു മനുഷ്യനായിട്ട് 1000 ആണ്ട് ക്രിസ്തു വാഴുമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. കർത്താവിന് ഇനി ഒരിക്കലും താൻ പ്രാപിച്ച മഹാമഹത്വം, ആ തേജസ്കരണം മാറ്റി വെച്ചിട്ട് ഒരു സാധാ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല.
അത് സത്യമാണ്. കാരണം ദൈവം നമ്മുടെ കർത്താവിന് പിതാവായ ദൈവം നമ്മുടെ കർത്താവിന് കൊടുത്തതായിരിക്കുന്ന കൊടുത്തതായിരിക്കുന്ന മഹാമഹത്വമാണ്. സർവനാമത്തിനും മീതായ നാമം കൊടുത്ത് ഉയർത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കർത്താവിന്. അപ്പം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ ചെന്നാലും ആരെയാ നമ്മൾ കാണുക? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. പിതാവായ ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ് നാം ചുറ്റും നോക്കും. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് തേജോമയനായിരിക്കുന്ന അതിശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കാരണം ദൈവത്തിന്റെ പിന്നെ സർവസമ്പൂർണതയായിരിക്കുന്ന ആ ഏകത്വത്തെ ഒരു മനുഷ്യനും ദർശിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് പറയുന്നു, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എവിടെയാണെങ്കിലും നമ്മളോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ അല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ ആർക്കും കാണാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നിന്ന് കൂടെ ഒരു വാക്യം ഞാൻ കാണിക്കട്ടെ. ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയെ കുറിച്ച് നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിനെ മഹത്വം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളമാണ് ആ മഹത്വം, അല്ലെങ്കിൽ അതെന്താണ് ആ തേജസ്കരണം എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. എബ്രായ ലേഖനം നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ഏതാ ഭാവി ലോകം? യഹൂദൻ കാത്തിരിക്കുന്ന, എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. യഹൂദൻ കാത്തിരിക്കുന്ന സഹസ്രാബ്ദ വാഴ്ച അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ പടി താഴ്ത്തി. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്നാമത്തെ പടി ദൂതന്മാരെക്കാളും താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ന്നു. അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ബഹുമാനവും തേജസ്സും ധരിപ്പിച്ചു. അവനെ അണിയിച്ചേറ്റവും ഉയർത്തി. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. ഏതാ? കർത്താവിന്റെ കാൽ കീഴിലല്ലാതെ ഒന്നുമില്ല എന്നർത്ഥം. അപ്പം അവിടെയും നമ്മൾ അത് തന്നെ വായിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ തേജസ്കരണം അഥവാ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ളായിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് 1-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലും ചില വാക്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിന്റെ 8 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നോക്കിയേ. അവിടെയൊക്കെ ശ്രദ്ധിച്ച്, ഇതൊക്കെ കുറെ നേരം പറയേണ്ടതുണ്ട്, എന്നാൽ ഞാനൊന്ന് വായിച്ച് ഓടിച്ചങ്ങ് പോവുകയാണ്. പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനോട് പറയുകയാണ് ദൈവമേ. ആരാണ് പുത്രനെ ദൈവമേ എന്ന് വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ഇത് പഴയ നിയമത്തിലെ പ്രവചന വാക്യം കോടീകരിച്ച് എഴുതിയിരിക്കുന്ന പിതാവായ ദൈവം പുത്രനെ വിളിക്കുന്നതാണ്. പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. യേശുക്രിസ്തുവിന്റെ ആ പൂർവ്വമഹത്വം ഒഴിഞ്ഞു വെച്ച് മനുഷ്യ ശരീരത്തിൽ, മനുഷ്യജടത്തിൽ ബലഹീനായി ലോകത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവം ഉയർത്തിയ ആ ഉയർപ്പ്, ആ മഹത്വം എന്താണ് എന്നുള്ളതാണ് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ നോക്കിക്കേ, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കുന്ന
സേവകാത്മാക്കൾ അത്രേ എന്ന് നമ്മൾ അവിടെ കാണുന്നു. ഓക്കെ, അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? കൊലോസ്യ ലേഖനത്തിൽ ഇപ്പൊ നമ്മൾ കണ്ട വാക്യം ഇതാണ്: അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും എന്ന് പറഞ്ഞാൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ളായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലുണ്ട്. അതോടുകൂടെ നാം ക്രിസ്തുവിലായതുകൊണ്ട് നമ്മളും പരിപൂർണരായിരിക്കുകയാണ്. എന്തൊരു ഭാഗ്യമാണല്ലേ! ഞാൻ അതിനെക്കുറിച്ചൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുകയാണെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ, പിന്നെ എന്തിനാ നമ്മൾ ഈ ദുർഭൂതങ്ങളെയും ഒക്കെ നമ്മൾ പേടിക്കുന്നത്? ഞാൻ സാധാരണ അതിനെ കുറിച്ച് പറയാറുണ്ട്. ഈ മറ്റ് ചില സഭകളിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്താദിയായ സഭകളിലൊക്കെ ഉള്ളവര് എല്ലാവരും ഈ ബന്ധനങ്ങൾ അഴിക്കലും കെട്ടുമുട്ടിക്കലും ഒക്കെ നടത്തുന്ന കാണാൻ പറ്റും. എന്ന് പറഞ്ഞാല് ശരിക്കും തോന്നുന്നത് അവരുടെയൊക്കെ വിശ്വാസികളാണെന്ന് പറയുകയും ചെയ്യും. അവരൊക്കെ ബന്ധിക്കപ്പെട്ടും സാത്താന്റെ ദൂതന്മാരാൽ പിടിക്കപ്പെട്ട് കിടക്കുകയാണോ എന്ന് എനിക്ക് സംശയം. കാരണം അവർക്ക് വിടുതല്, ബന്ധനം അഴിക്കല്, കെട്ടുമുട്ടിക്കൽ ഇതൊക്കെയാണുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളാരും അങ്ങനെ ഒരു സാത്താന്റെ ദൂതന്മാരുടെ പിടിയിലും ആകുകയില്ല. കാരണം ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നെങ്കിൽ പിന്നെ അവിടെ ഇനി ആർക്ക് കയറി വസിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ബൈബിളിൽ പറയാണ്, നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് വായിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുകയാണ്, ക്രിസ്തുവിനാൽ സംരക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിലെ ദുഷ്ടാത്മ ശക്തികളെ അവര് നമ്മളെ ആക്രമിക്കുമെന്ന് ഓർത്ത് പേടിക്കണ്ട. എന്നാൽ മറ്റൊരു കാര്യം, അവർക്ക് പാപത്തിൽ നമ്മളെ വീഴ്ച കളയാൻ പറ്റും. പുറമേ നിന്നുള്ളായിരിക്കുന്ന ആക്രമണമാണ്, ഉള്ളിൽ കടന്നുള്ള ആക്രമണമല്ല. നമ്മുടെ മുമ്പിലെ പാപങ്ങളും കെണികളും ചതികളും ഒളിച്ചു വെച്ച് നമ്മളെ പാപത്തിന് പ്രേരിപ്പിച്ച് പാപത്തിൽ വശീകരിച്ച് വീഴിക്കാനായിട്ട് പുറമേന്ന് പ്രവർത്തിക്കാൻ അവന് പറ്റും. ഉള്ളിൽ കടന്ന് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ക്രിസ്തു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്ന പോലെ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ പരിപൂർണരാണ് എന്നുള്ളായിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ശരി, അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതാണ്. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കഴിഞ്ഞ ആഴ്ച പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാവുമല്ലോ, ഈ ലോകത്തെ ദൈവം തന്നോട് നിരപ്പിച്ചത് എങ്ങനെയാ? ലോകത്തെ എന്തിനാ തന്നോട് നിരപ്പിക്കേണ്ടെന്ന് ആവശ്യം എന്താ? ലോകം എന്ന് പറയുന്ന മനുഷ്യരെല്ലാവരും തെറ്റി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ മനുഷ്യരെ മുഴുവൻ ദൈവം തന്നോട് നിരപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു കർത്താവ് കാൽവരിയിലെ കുരിശിൽ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തം കൊണ്ട് മാത്രമാണ് ഈ നിരപ്പ് വന്നത്. അത് സ്വർഗത്തിലുള്ളവരുടെ നിരപ്പാണെങ്കില്, സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാ നമ്മുടെ നിരപ്പാണെങ്കിൽ ശരി, ഭൂമിയിൽ വസിക്കാനുള്ളതായിരിക്കുന്ന യഹൂദന്മാരുടെ നിരപ്പാണെങ്കിൽ ശരി, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് ഹിതമായെന്നല്ല നമ്മൾ വായിക്കുന്നത്. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കുന്നു, അതായത് ദൈവത്തോട് വീണ്ടും യഥാസ്ഥാനപ്പെടുന്ന നിരപ്പ് പ്രാപിക്കുന്നു എങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാവോ? കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അപ്പൊ ആ രക്തത്തിന്റെ മഹത്വം എന്താ പ്രിയമുള്ളവരെ? നമ്മുടെ രക്തം പോലെയാണ് ആ രക്തം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ അതിനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. 18 മുതൽ 20 വരെ അവിടെ വായിക്കുകയാണ് ഇങ്ങനെ: അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ,
അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അവിടെ എന്താ പറഞ്ഞത്? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ തന്നോട് നിരപ്പിച്ചു പോന്നു. എങ്ങനെ? ക്രിസ്തു മൂലം. അതായത് പിന്നെ ആദാം മുതലുള്ളായിരിക്കുന്ന സകല മനുഷ്യരാശിയും നിരപ്പാക്കപ്പെട്ട് ദൈവത്തോട് നിരന്ന് സമാധാനമുള്ളവരായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? തൻ്റെ പുത്രന്റെ ക്രൂശ് മരണത്തിൽ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തമാണ് അതിന് കാരണം. കാരണം രക്തമില്ലാതെ, പാവപരിഹാരത്തിന്റെ രക്തം ചൊരിയാതെ ഒരു മനുഷ്യനും ദൈവത്തോട് നിരന്നുകൊള്ളാനായിട്ട് പറ്റുകയില്ല. ഇവിടെ പൗലോസ് പറയാണ്, ആ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കലാണ് പരമേൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പക്കൽ. അതായത് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ എന്താ? പൗലോസ് അപ്പോസ്തലനിലൂടെയാണ് ഈ പറയുന്നതായിരിക്കുന്ന ക്രൂശിന്റെ വചനം ലോകത്തേക്ക് വന്നത്. വേറെ ആരിലൂടെ അല്ല ഈ ക്രൂശിലൂടെ ഉള്ളായിരിക്കുന്ന നിരപ്പിന്റെ വചനം ലോകത്തിലേക്ക് വന്നത്. അപ്പൊ ലോകത്തെ ആദ്യ ആദാമിന്റെ പുത്രൻ മുതല് ഇങ്ങോട്ടുള്ളായിരിക്കുന്ന മനുഷ്യരാശിയെ മുഴുവൻ നിരപ്പിച്ചു പോന്ന ആ നിരപ്പിന്റെ ആ സുവിശേഷമാണ് ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. ആ സുവിശേഷം ഞങ്ങൾ പ്രബോധിപ്പിക്കുന്ന പോലെയാണ്. അത് ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഓ, എന്തൊരു അത്ഭുതമല്ലേ! എന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മനുഷ്യർ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. അത് അംഗീകരിക്കുന്നുണ്ടോ? ഇത് പൗലോസിന്റെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിൽ കൂടിയാണ് ഇത് ലോകം അറിഞ്ഞത് എന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? എന്തെല്ലാം എതിർപ്പുകളാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മാതിരി നമുക്കെതിരെ നല്ല വെല്ലുവിളികൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്രൂശിന്റെ വചനം പറയുന്നതുകൊണ്ടാണ് പൗലോസിനെ ചെല്ലുന്നിടത്തെല്ലാം പൗലോസിനെ ആക്രമിച്ചതുപോലെ ഈ സുവിശേഷം എവിടെ പ്രസംഗിക്കപ്പെട്ടാലും അവിടെ ആക്രമണം ഉണ്ടാവും. പ്രത്യേകിച്ച് വിശ്വാസികൾ എന്ന് പേരുള്ളവരിൽ നിന്ന് തന്നെ ആക്രമണം ഉണ്ടാവും. ഞാൻ ഇപ്പൊ ഇന്നൊരു വീഡിയോ മറുപടി ഇട്ടത് നിങ്ങൾ പലരും കണ്ടു. ജോർജി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടിയിട്ട് മറുപടി ഇട്ടതാണ്. അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നൊരു സഹോദരൻ വളരെ ശക്തമായിട്ട് നമുക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെയും പലരും ഉണ്ട്. അപ്പൊ ഈ ക്രൂശിന്റെ വചനം പറഞ്ഞ് പൗലോസ് അവിടെ ചെന്നാലും ഇത് തന്നെയല്ലായിരുന്നോ? പൗലോസൂടെ ധൈര്യമായിട്ട് പറയാണ്, ഈ ശുശ്രൂഷ ഞങ്ങളുടെ പക്കല പരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അവരംഗീകരിച്ചാലും മനുഷ്യർ അംഗീകരിച്ചില്ലെങ്കിലും അത് പരമമായിരിക്കുന്ന സത്യം തന്നെയല്ലയോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അങ്ങനെ അവിടെ നമ്മൾ വായിക്കുകയാണ്, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. എന്നിട്ട് പിന്നെ 21 വാക്യം ശ്രദ്ധിക്കുക. 21 വാക്യം, എല്ലാം നിരപ്പിച്ചത് ക്രിസ്തുവിന്റെ രക്തം കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മളെയും ദൈവത്തോട് നിരപ്പിച്ചത് ഈ യേശു ക്രിസ്തുവിന്റെ യാഗമരണമാണ്, ക്രിസ്തുവിന്റെ രക്തമാണ് എന്ന് പറയാണ്. നമ്മുടെ പൂർവ്വസ്ഥിതിയെ കുറിച്ച് അവിടെ പറയുന്നില്ലേ? എന്താ നമ്മുടെ പൂർവ്വസ്ഥിതിയെ കുറിച്ച് പറഞ്ഞത്? മുമ്പേ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു എന്ന് പറയുന്നത്? നമ്മുടെ മുമ്പിലത്തെ സ്ഥിതിയെ കുറിച്ച് പറയുന്നത്, പറയാണ്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, ദൈവത്തോട് ശത്രുതയിലായിരുന്നു നമ്മൾ. ദുഷ്പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു. ആ നമ്മളെയും നിരപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞു, നമ്മളെ ക്രിസ്തുവിലൂടെ നിരപ്പിച്ചു. നമ്മുടെ ഒരു പൂർവ്വസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയാമോ? സാധാരണഗതിയിൽ ഞാൻ പറയാം, എന്താ വിചാരിക്കുന്നത്? അയ്യോ, ഞാനേതോ വലിയ പുള്ളിയാ, അതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതെന്നൊക്കെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ
നമ്മുടെ ഒരു യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനോ കാണാനോ ചിന്തിക്കാനോ മനുഷ്യർക്ക് പറ്റുന്നില്ല. ബൈബിൾ എത്ര തന്നെ അത് ചിത്രം വരച്ച് കാണിച്ചു തന്നാലും നിങ്ങൾ ഇങ്ങനെയുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുഷ്യർ പറയുന്നത് ഞങ്ങൾ ഏതൊരു വലിയ പാർട്ടിക്കാരാണ്, ഞങ്ങൾ ആരൊക്കെയാണെന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന്. അല്ല കേട്ടോ, നമ്മളുടെ പൂർവ്വസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛമാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് നമ്മൾ. എഫെസ്യ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് വായിക്കുന്നു. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നമ്മളെ കുറിച്ച് വായിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് വന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹത്തിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ജാതികളായിരിക്കണം നമ്മുടെ സ്ഥിതിയെ പറയുന്നത്. ഈ യഹൂദന്മാരെ കുറിച്ച് അങ്ങനെയൊന്നും പറയാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? യഹൂദന്മാരെന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതികൾ ആണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ഈ യഹൂദന്മാർക്ക് ഭയങ്കര ദുരഭിമാനം ഉണ്ട് കേട്ടോ. എന്താ ദുരഭിമാനം എന്നറിയാമോ? ഞങ്ങള് പരിശോധനയേറ്റവരാ, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് വാഗ്ദത്വം ഉണ്ട്, ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, ഞങ്ങൾക്ക് തിരുവെഴുത്തുകളുണ്ട് എന്നും പറഞ്ഞ് ഭയങ്കര ദുരഭിമാനികൾ അവര്. അത് വേറൊരു പ്രശ്നം. എന്നാലും ഞാനൊന്ന് പറയട്ടെ, ഈ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവര് ദൈവത്തിന്റെ വാഗ്ദത്ത പുത്രിപുത്രന്മാരാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ സംബന്ധിച്ചും നമ്മൾ എത്രത്തോളം ദൈവത്തോട് അകന്നു പോയതായിരിക്കുന്ന ഒരു ജനതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ ഈ കാലത്താട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ. മുൻകാലങ്ങളിൽ ഇതൊന്നും ഇങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. അത് നമ്മൾ ഓർക്കണം. അപ്പം ഞാനിത് പറയുമ്പം നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്നോട് ഇന്നലെ രാവിലെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഒരു അങ്കിള് എന്നെ വിളിക്കുക. പുള്ളിയെ മിക്കവാറും വിളിക്കാറുള്ള ആളാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് നല്ല പ്രായമുണ്ട്, 73-74 വയസ്സൊക്കെ ഉണ്ട്. അങ്കിൾ എന്നോട് ചോദിച്ചു, സോറി കേട്ടോ, എനിക്കൊരു കോള് വന്നത്. അപ്പൊ അങ്കിൾ എന്നോട് ചോദിച്ചു, എനിക്കൊരു പിന്നെ സുവിശേഷ പ്രവർത്തകനായി ജീവിക്കണം. 2 കൊല്ലെങ്കിൽ 2 കൊല്ലം ആയുസ് തന്നിടത്തോളം എനിക്കൊരു സുവിശേഷ പ്രവർത്തകനായി ജീവിക്കണം. എന്നിട്ട് അങ്കിൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പൊ ഞാന് യഥാർത്ഥത്തിൽ ഏത് സുവിശേഷമാണ് എന്താ ബ്രദറെ പറയേണ്ടത്? യേശു കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന 4 സുവിശേഷങ്ങളിലെ സുവിശേഷം പറയണോ, അല്ല പിന്നെ പൗലോസിലൂടെ വെളിപ്പെട്ട സുവിശേഷം പറയണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചായനെ അറിയാമല്ലോ, പൗലോസിലൂടെയാണ് നമ്മുടെ കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അതല്ലാതെ യേശു കർത്താവ് പഠിപ്പിച്ച സുവിശേഷം പറഞ്ഞാൽ അത് ന്യായപ്രമാണമായി പോകും, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പൊ എന്താ ബ്രദറെ, ഈ 100, 10, 50, 100 വർഷങ്ങൾക്ക് മുമ്പ് ബില്ലി ഗ്രഹാം പോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് ഉണർവ് പ്രസംഗകരുണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അവരെല്ലാവരും പ്രസംഗിച്ചതായിരിക്കുന്ന പ്രസംഗം നിങ്ങളെന്ന് പറയുന്ന മാതിരി ഈ പറയുന്ന റൈറ്റ് ഡിവിഷനാണോ, പൗലോസിലൂടെ വന്ന സുവിശേഷമാണോ? എന്നിട്ടും അവര് പ്രസംഗിച്ചിട്ട് ഒരുപാട് പേര് മാനസാന്തരപ്പെട്ടു, ഒരുപാട് പേർക്ക് ഉണർവുണ്ടായി, ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ കൂട്ടങ്ങളുണ്ടായി. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട് ഭയങ്കര ഉണർവുണ്ടായിട്ടുണ്ട്. ഒരു കഴിഞ്ഞ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ ഓരോരോ പ്രസംഗകര് മുഖാന്തരം. പിന്നെ ചാൾസ് ഫെന്നിയോ അങ്ങനെ ആരൊക്കെയോ കുറെ ഇംഗ്ലീഷ് ഉണർവ് പ്രസംഗകരുണ്ടായിട്ടുണ്ടല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛായ, ഈ കാലഘട്ടത്തില് ദൈവവചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ ശരിയാവണ്ണം ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്ക് വലിയ ഭാഗ്യം തന്നിരിക്കുകയാണ്. അവരുടെ കാലഘട്ടങ്ങളിൽ അവരെല്ലാം
തിരുവെഴുത്തും ഒരുപോലെ കാണുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തവരാണെങ്കിലും അന്ന് കർത്താവായി യേശു ക്രിസ്തു അവരെ ഉപയോഗിച്ചിരുന്നു. അവരെ ഉപയോഗിച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ആ കാലഘട്ടത്തില് ബൈബിള് പോലും ആർക്കും വായിക്കാൻ സ്വന്തമായിട്ട് ബൈബിള് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉണർവ് പ്രസംഗര് മുഖാന്തരമായിട്ട് ഈ പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തിന്റെ ആദ്യപടിയെങ്കിലും നടക്കണമായിരുന്നു. ആ ആദ്യപടി നടന്നെങ്കിലേ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് ആരെന്ത് പഠിപ്പിച്ചാലും തിരുവെഴുത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നിശ്ചയം പ്രാപിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ നോക്കിക്കേ, പണ്ടൊക്കെ സാധാരണ ചിന്തിച്ചു കഴിഞ്ഞാല് ഈ വൈദ്യശാസ്ത്രം ഇത്രത്തോളം വികാസം പ്രാപിച്ചിട്ടില്ല. അറിയാമല്ലോ, ഒരു 100 വർഷം മുമ്പ്, 150 വർഷം മുമ്പ് ഇന്നത്തെ മാതിരി വൈദ്യശാസ്ത്രം വികസനം പ്രാപിച്ചിട്ടുണ്ടോ? അന്ന് ഏത് രോഗത്തിന് ചെന്നാലും ഡോക്ടർമാര് ഒരു നിഗമനത്തിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് അന്നൊക്കെ നല്ല കടുത്ത പനിയുമായിട്ട് ആശുപത്രി ചെന്നാല് ഒരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം മുമ്പൊക്കെ കടുത്ത പനിയുമായിട്ട് ആശുപത്രി ചെന്നാല് ഡോക്ടർമാർ എന്ത് ചെയ്യും? പാരസെറ്റമോൾ ഗുളിക കൊടുക്കും. അത് കഴിക്കും, കുറച്ചൊരു ആശ്വാസം കിട്ടും, വരും, പിറ്റേന്നും പനിക്കും, പിന്നെയും പോകേണ്ടി വരും, പിന്നെയും പനിക്കും. എന്നാൽ അവർക്ക് അത് എന്ത് കാരണം കൊണ്ടാണ് ആ ശരീരത്തിൽ പനി ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ അന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല. അവർക്ക് അറിയില്ല ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന്. എന്നാൽ ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചു. നമ്മുടെ ഒരു തുള്ളി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് പനി ഉണ്ടായത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പണ്ട് എത്രയോ പേര് പിന്നെ മാരകമായിരിക്കുന്ന രോഗത്തിന്റെ ലക്ഷണമായിട്ട് പനി ഉണ്ടായിട്ടും പനിയുടെ മരുന്ന് മാത്രം കഴിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ചെന്ന് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം 4 ദിവസം അടുപ്പിച്ച് പനി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, രോഗം തിരിച്ചറിയുന്നു, പരിഹാരം നിർദ്ദേശിക്കുന്നു, ആള് സൗഖ്യം വരുന്നു. അപ്പൊ ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഇത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ? പണ്ട്, അതായത് 10, 100, 200 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉണർവ് പ്രസംഗകർക്ക് ദൈവവചനത്തെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ തിരിച്ചറിയാനുണ്ടായിരിക്കുന്ന വഴിയില്ലായിരുന്നു. അവരന്ന് എല്ലാം ഒരു കാടടച്ച് വെടിവെക്കുന്ന പരിപാടിയായിരുന്നു. പക്ഷെ അവരത് ചെയ്യണമായിരുന്നു. ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ബൈബിൾ എത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് അവരെ ആ വിധത്തിൽ കർത്താവ് ഉപയോഗിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ കാലഘട്ടങ്ങളില് ദൈവവചനത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന വിധത്തിൽ തന്നെ ആയിരിക്കണം നമ്മളിനി കർത്താവിൽ വിശ്വസ്തരായി നിന്ന് മുമ്പോട്ട് പോകാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും എന്ന് ഞാൻ ആ അമേരിക്കയിലെ അങ്കിളിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ തീർച്ചയായിട്ടും എന്തോ ബ്രദറെ, ഇപ്പോഴേ എനിക്ക് മനസ്സിലായേ. ഞാനതിന് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ വാക്യങ്ങളൊക്കെ വായിച്ചു കേൾപ്പിച്ചു. അന്ത്യനാളിലേക്കുള്ള വചനങ്ങളുണ്ട്, ബുദ്ധിമാന്മാര് പരിശോധിച്ച് അവര് അത് കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിരിക്കുകയാണ്. അപ്പം ഈ കാലഘട്ടത്തില് നമുക്ക് മനസ്സിലായി ജാതികളായിരിക്കുന്ന നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിദയനീയമായിരുന്നു. നമ്മുടെ അപ്പന്മാര് മുതലേ, അല്ലെങ്കിൽ അതിന്റെ പൂർവീയ പിതാക്കന്മാർ മുതൽ വരെയും എന്തൊക്കെയോ വിശ്വസിച്ചു, എന്തൊക്കെയോ ചെയ്തു പോന്നിരുന്നവരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പൗലോസ് ഇവിടെ പറയാണ്, നമ്മുടെ പൂർവ്വസ്ഥിതി എന്തായിരുന്നു? ദുഷ്ടത, വഞ്ചന, പാപം, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർ. അപ്പം അതിനെക്കുറിച്ച് നോക്കിയേ, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്ന നോക്കിയേ, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. നമ്മുടെ അവസ്ഥ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിശോധനയേറ്റ് പരിശോധനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. യഹൂദന്മാര് നമ്മളെ വിളിച്ചിരുന്നത് അഗ്രചർമ്മി. അത് ഏറ്റവും അവരുടെ പരിഹാസകരമായിരിക്കുന്ന വാക്കാത്. യഹൂദന്മാര് ജഡത്തിൽ കയ്യാലുള്ള പരിശോധനയേറ്റ യഹൂദന്മാര് നമ്മളെ വിളിച്ചിരുന്ന അഗ്രചർമ്മി എന്നാണ്. എന്നിട്ട് പൗലോസ് ഇവിടെ താഴെ എഴുതുകയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും
ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. ഇതായിരുന്നു നമ്മുടെ പൂർവ്വസ്ഥിതി എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പൊ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ എന്തെന്നാ വായിച്ചെന്നറിയാമോ? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ, 21 വാക്യം, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പം ലോകത്തിലുണ്ടായിരിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ വേറെ യാതൊരു വഴിയും ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. 23 വാക്യം നോക്കിയേ. 23 വാക്യം: ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ ഈ നമ്മുടെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ വചനത്തിൽ നിലനിന്നാൽ, ഈ ഇപ്പോൾ നിലനിൽക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ തന്നെ നിൽക്കും. പൗലോസ് പറഞ്ഞു കേട്ടോ, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകക്കാരനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. ഇങ്ങനെ പറയാനായിട്ട് 12 അപ്പോസ്തലന്മാർക്ക് പറ്റുമോ? എന്നെയാണ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത്, പൗലോസ് എന്ന ഞാനാണ് ഇതിന്റെ ശുശ്രൂഷകൻ, എന്റെ പക്കലാണ് ഇത് പരമേൽപ്പിച്ചിരിക്കുന്നതെന്ന് വേറെ ആർക്കാ പറയാൻ പറ്റുന്നത്? 12 അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ പറ്റും? അവർ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വന്നിരിക്കുന്ന സുവിശേഷമാണ് അവര് തുടർന്ന് പറഞ്ഞത്. ഏത് സുവിശേഷം? ദൈവരാജ്യത്തിന്റെ സുവിശേഷം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം. എന്നാൽ പൗലോസ് ഇവിടെ പറയാണ്, എന്റെ പക്കൽ ഒരു സുവിശേഷം ക്രിസ്തു തന്നിരിക്കുക. പൗലോസ് എന്ന ഞാൻ, എന്റെ പക്കൽ കർത്താവ് എനിക്കൊരു സുവിശേഷം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. റോമാലേഖനം 2 അധ്യായത്തിന്റെ 16 വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. റോമാലേഖനം 2 അധ്യായം 16 വാക്യം: ദൈവം ക്രിസ്തു യേശു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതെന്താ? അപ്പൊ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത് പൗലോസിന്റെ സുവിശേഷം വെച്ചാണോ? അതെ, സത്യമായിട്ടും അതെ. പൗലോസിന്റെ സുവിശേഷം വെച്ചാണ് ദൈവം മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. എന്ത് ധൈര്യത്തോടെയാണ് പൗലോസ് ഇത് പറയുന്നത് നോക്കിയേ. നമ്മൾ ഇത് പറയുമ്പം മറ്റുള്ളവർക്ക് അന്നേരം ദഹിക്കുമോ? അവര് പിന്നെ എന്തെല്ലാം പറയാൻ പറ്റും അതെല്ലാം പറയും. പൗലോസ് പറയാണ്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. എന്റെ സുവിശേഷം. അതേട്ടോ, നമ്മളെയല്ല, ഈ ലോകത്തിലെ ഈ സുവിശേഷം കേട്ടിട്ട് അനുസരിക്കാത്തവരൊക്കെ ദൈവം ചോദിക്കുന്നത്, ഞാൻ നിന്നോട് എന്റെ സുവിശേഷം അറിയിക്കാൻ ഏൽപ്പിച്ച പൗലോസിന്റെ വചനങ്ങളാണോ നീ കേട്ടതും അനുസരിച്ചതും എന്ന്? ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ, ഞാൻ വാസ്തവമായി പറയട്ടെ, ഇന്നത്തെ ക്രിസ്തീയ വേർപെട്ട ഗ്രൂപ്പുകളിൽ എന്റെ വിശ്വാസപ്രകാരം 90% പേരും നഷ്ടപ്പെട്ടു പോകും. എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. 90% പേരും വേർപെട്ട ഗ്രൂപ്പാണ്. അവരെല്ലാം പറയും, ഞങ്ങൾ സ്വർഗത്തിനുള്ളവരാ, ഞങ്ങൾ ഉത്പ്രാവണം കാത്തിരിക്കുക, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ വരവ് കാത്തിരിക്കുക എന്നല്ല പറയുന്നത്. 90% പോകും. എന്താ കാരണം എന്നറിയാവോ? പൗലോസിന്റെ സുവിശേഷം അല്ല അവര് വിശ്വസിക്കുന്നത്, അംഗീകരിക്കുന്നത്. പൗലോസ് പറയുന്നത് എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന, അതിലൊരു സംശയവുമില്ല. പൗലോസ് എന്റെ സുവിശേഷം എന്ന് പൗലോസിനെ പോലെ ഇത്ര മാത്രം ശക്തമായിട്ട് പറയാൻ കഴിയുന്ന ആരാ ഉള്ളേ? നിങ്ങൾ നോക്കിയ റോമാലേഖനം തന്നെ അതിന്റെ 16 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ പൗലോസ് പറയുന്ന നോക്കിയേ. റോമാലേഖനം 16 16ന്റെ 24-25 വാക്യം:
പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം. അപ്പൊ ഈ വചന ഈ സുവിശേഷം പൂർവ്വകാലങ്ങളിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞ് മറഞ്ഞിരുന്നതായിരുന്നു. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും എത്ര വ്യക്തമാണ്. നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും. ഇതിൽ കൂടുതൽ എങ്ങനെ പറയാ? ഇവിടെ എന്താ ഈ പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതെന്ന് എഴുതിയിരിക്കുന്നത് അറിയാവോ? ഈ സുവിശേഷമല്ല. ഈ സുവിശേഷം പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ എഴുതിയിട്ടില്ല. പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അറിയിച്ചിരുന്നത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തു എന്ന മനുഷ്യനെ, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, ജനനം, മരണം, അടക്കപ്പെടല്, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട്? പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ എഴുതിയിട്ടുണ്ട്. അതിലൂടെ ഒരു സുവിശേഷം വേർതിരിച്ച് പറയാൻ തക്കവണ്ണം ഏൽപ്പിക്കപ്പെട്ടത് പൗലോസിനെയാണ്. അതിലൂടെ രക്ഷയുടെ സന്ദേശമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തത് പൗലോസിനാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. പൗലോസ് പറയുന്നത് നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിന്റെ, ആ മർമ്മം ക്രിസ്തുവാണ്, മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും നിങ്ങൾക്ക് അറിയാമല്ലോ. 2 തിമോത്തിയോസ് 2:9 നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയായിരിക്കുമല്ലോ. പൗലോസ് അവിടെ തന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുന്നത് എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എന്റെ സുവിശേഷം. 2 തിമോത്തിയോസ് 2:9 ഞാൻ പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാവുന്നു എന്റെ സുവിശേഷം. ഇങ്ങനെ എന്റെ സുവിശേഷം എന്ന് ധൈര്യമായിട്ട് പറയാൻ വേറെ ആർക്കും കഴിയും? പൗലോസിനൊരു സുവിശേഷം ഉണ്ടെന്ന് ചോദിച്ചല്ലേ നമ്മളെ വെല്ലുവിളിക്കുന്നത്. എന്ത് ചെയ്യാനാ? ഇതൊക്കെയാണ് ലോകത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പൗലോസിന്റെ സുവിശേഷ പ്രകാരമാണ് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്, മനുഷ്യനെ ന്യായം വിധിക്കപ്പെടാൻ പോകുന്നു. അപ്പൊ പൗലോസിനോട് നമ്മൾ ചോദിക്കുക, അതെന്താ പൗലോസെ നീ പറഞ്ഞതായിരിക്കുന്ന സുവിശേഷമാണോ മനുഷ്യരെ ന്യായം വിധിക്കുന്നതെന്ന് ചോദിച്ചാൽ പൗലോസ് തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം പറയും, അതെ, ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കിയിരിക്കുന്നു എന്ന് പൗലോസ് പറയും. ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ പൗലോസിനോട് കൂടെ ഉള്ളവരുടെയും സുവിശേഷമാണ് ഈ പറയുന്നത്. അല്ലാതെ 12 അപ്പോസ്തലന്മാരായ ഞങ്ങളിൽ പെടില്ല. ഞങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിവിടെ വായിച്ച കൊലോസ്യലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്താണ് വായിച്ചത്? ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു, അതിൽ നിങ്ങൾ ഇളകാതെ സ്ഥിരതയുള്ളവരായിരുന്നാൽ ഈ സുവിശേഷത്തിൽ നിന്ന് ഇളകി പോകരുതേ. ദയവ് ചെയ്തിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷം മറ്റേതെങ്കിലുമൊക്കെ ചർച്ചയിൽ പോകുന്നവരായിരിക്കാമോ എന്നെ കേൾക്കുന്നവരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യൂട്യൂബിൽ ഈ വീഡിയോ വരുമ്പോൾ അനേകം കേൾക്കുന്നുണ്ട്. മറ്റേതെങ്കിലുമൊക്കെ ചർച്ചയിൽ പോകുന്നവരായിരിക്കാം. പക്ഷെ പൗലോസിലൂടെയാണ് ഈ കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്നത് എന്ന് പറയാത്ത ഏതൊരു സഭയിലും പോയി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വചനം കേട്ട് വഞ്ചിതരാകല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വഞ്ചിതരാകല്ലേ. കാരണം ഈ ഞാൻ പറയുന്ന പൗലോസ് പറയുന്ന കേട്ടോ, അതായത് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായിരുന്നാൽ അങ്ങനെ തന്നെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മുമ്പാകെ നിൽക്കും. അപ്പൊ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കണോ? ക്രിസ്തുവിന്റെ മുമ്പിൽ ധൈര്യസമേതം നിൽക്കണോ? തല ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ മുമ്പിൽ നിൽക്കണോ? പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന സുവിശേഷം തിരിച്ചറിഞ്ഞ് അതിൽ ഉറപ്പുള്ളവരായിരിക്കുക. മറ്റുള്ള വചനങ്ങളെ അവഗണിക്കുക എന്ന് തന്നെ ഞാൻ പറയും.
അവഗണിക്കുക. കാരണം 30 വർഷം ഞാനും അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പഠിച്ചും പഠിപ്പിച്ചും വന്ന ഒരു വ്യക്തിയാണ്. അറിവില്ലായ്മ കൊണ്ട് ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത വചനങ്ങളായിരുന്നു ഞാൻ ഏകദേശം ഒരു 10-25 വർഷം ഞാൻ പഠിപ്പിച്ചു പോകുന്നത്. പക്ഷെ ഇന്ന് പൗലോസിലൂടെ വെളിപ്പെട്ട ഈ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് എന്തോ ഒരു ആഹ്ലാദമാണ്, എന്തോ ഒരു സന്തോഷമാണെന്ന് നമുക്കറിയാമോ? കാരണം ഇതാണ് യഥാർത്ഥ നിത്യജീവന്റെ വചനങ്ങൾ. പൗലോസാണ് ഇതിന് ശുശ്രൂഷക്കാരനായി തീർന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ മുമ്പിൽ ധൈര്യസമേതം നിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെടുക. അതിന്റെ 24-ാം വാക്യം, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എന്തോ ഒരു ധൈര്യമാണ് ഇല്ല പറയാൻ. എന്തൊരു ധൈര്യമാണ്, എത്ര പ്രത്യാശയാണ് പൗലോസിന്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ചങ്ങലയെ കിടക്കുക, തടവി കിടക്കുക. മനസ്സിലാക്കണം, ഇത് തടവറ ലേഖനമാണ്. അപ്പൊ പൗലോസ് പറയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എൻ്റെ ജഡത്തിൽ. എൻ്റെ പ്രിയമുള്ളവരെ, പൗലോസിനെ പോലെ ത്യാഗം സഹിക്കാനും കഷ്ടം ഏൽക്കാനും നമുക്ക് ഭാഗ്യമില്ല. അത് നമ്മുടെ ഭാഗ്യമില്ലായ്മയാണ്, സത്യം. എന്നാൽ അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാൻ മനസ്സ് വെച്ചിറങ്ങുമ്പോൾ ത്യാഗമുണ്ട്, കഷ്ടമുണ്ടെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ, വലിയ പ്രതിഫലമുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന പലരും ഈ സുവിശേഷത്തിന് വേണ്ടി നല്ല അധ്വാനം കഴിക്കുന്നവർ. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, എന്തെങ്കിലും ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലൊന്നും കുറവില്ല കേട്ടോ, പലതും കുറവുണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ. അവസാനം ക്രൂശിൽ വെച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താ? സകലവും നിവൃത്തി ആയിരിക്കുന്നു അല്ലേ പറഞ്ഞ? സകലവും നിവൃത്തിയായി. മാനവരാശിയുടെ രക്ഷയ്ക്ക് ആവശ്യമായത് മുഴുവൻ ക്രിസ്തു പൂർത്തീകരിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിലൊന്നും കുറവില്ല. പൗലോസ് പറയുന്നത് അങ്ങനെ കുറവുണ്ടെന്നല്ല ഈ പറയുന്നത്. പൗലോസ് പറയുന്നത് വല്ലതും കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തിന്റെ കഷ്ടങ്ങളും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നു, പൂരിപ്പിക്കുന്നു എന്ന്. അല്ല, എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഞാനിങ്ങനെ ഓർക്കാറുണ്ടേ, ബൈബിളിലെ ഈ പറയുന്ന പൗലോസിന്റെ എഴുത്തുകളിൽ എത്ര പ്രാവശ്യമാണ് കർത്താവിന്റെ സഭയെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്? എത്ര പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ഇന്നത്തെ വേർപെട്ട സഭാ ഗ്രൂപ്പുകാർ എന്ന് പറയുന്നവർ, പെന്തക്കോസ്തുകാരായാലും മൃദംഗാരായാലും ബാപ്റ്റിസ്റ്റുകാരായാലും എല്ലാം പറയുന്നത് ഞങ്ങൾ മണവാട്ടി സഭയിൽ അംഗമാണ്. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണം. ഇതൊക്കെ എങ്ങനെ ഇവരെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിക്കുക? എത്ര സ്ഥലത്താണ് പൗലോസ് ഇത് പറയുന്നത്? അവന്റെ ശരീരമായ സഭ. അതിന്റെ വാക്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണമായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു 5-8 വാക്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ക്രിസ്തുവിന്റെ സഭയെ കർത്താവിന്റെ ശരീരമാണെന്ന സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൗലോസോട് പറയാണ്, അങ്ങനെ എന്തെങ്കിലും കർത്താവിന്റെ കഷ്ടങ്ങളിൽ കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാല് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. 25-ാം വാക്യം, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗം. പൗലോസിന് കൊടുത്തായിരിക്കുന്ന ഉദ്യോഗം എന്ത് ഉദ്യോഗം എന്ന് പറഞ്ഞേ? സഭയുടെ ഉദ്യോഗം. എത്ര വ്യക്തമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പൗലോസിനെ വിളിച്ചതിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സുവിശേഷം വരവേൽപ്പിക്കാൻ, കർത്താവിന്റെ സഭയുടെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം ജോലി ഏൽപ്പിക്കാൻ. പൗലോസ് പല സ്ഥലത്തും പറയുന്നുണ്ട്,
എന്നെ കൊള്ളാവുന്നവനായി തെളിഞ്ഞത് കൊണ്ട് ശുശ്രൂഷ എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വാക്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ പൗലോസിനെ വിളിച്ചിരിക്കുന്നത് ഈ സഭയുടെ ഉദ്യോഗം പരമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയുകയാണ് അത് അതിൻ്റെ 26-ാം വാക്യം, 25 തുടർച്ചയായിട്ട് വായിക്കണേ. 25 ഒന്നുകൂടി വായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മവികളെ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഏത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം? സഭ. ഈ പൗലോസിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചായിരിക്കുന്ന സഭ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. എന്നിട്ട് ക്രിസ്തീയ ലോകം വിളിച്ചു പറയും, ഓ ഞങ്ങള് കർത്താവായ യേശു ക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞായിരിക്കുന്ന സഭയിലെ മെമ്പർമാരാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും വല്ല ആ വിധത്തിൽ പഠിപ്പിക്കുന്ന സഭയിലെ അംഗങ്ങളാണെങ്കിൽ ദയവ് ചെയ്തിട്ട് അവിടുത്തെ ആ പഠിപ്പിക്കലില് വശംവദരായി പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞായിരിക്കുന്ന സഭയല്ല പ്രിയമുള്ളവരെ. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ആദ്യമായി വെളിപ്പെട്ടതായിരിക്കുന്ന സഭയാണ് കർത്താവിന്റെ ശരീരമാകുന്ന സഭ. ഞാൻ ഇന്ന് ഒരു മറുപടി ചോദ്യം മറുപടി വീഡിയോ ഇട്ടതായിരിക്കുന്ന ആ വീഡിയോയില് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു, കർത്താവായ യേശു ക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞ ആ സഭയാണ് 12 അപ്പോസ്തലന്മാരിലൂടെ നിലനിന്നതും ആ സഭയിലേക്കാണ് പെന്തക്കോസ്ത് ദിനത്തില് ആയിരക്കണക്കിന് പേർ വിശ്വസിച്ച് ചേരപ്പെട്ടതും. ആ സഭ എപ്പോഴും അവസാനിക്കുന്നത് നിങ്ങൾക്കറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ സഭ എപ്പോഴാണ് സമാപിക്കുന്നത്? അത് സമാപിക്കുന്നത് 1000 ആണ്ട് പൂർത്തിയാക്കപ്പെടണം. കാരണം മഹാപീഡനകാലത്തിൽ ആ സഭ ഇവിടെയുണ്ട്. കർത്താവ് പണിയെന്ന് പറഞ്ഞ സഭ ഇവിടെയുണ്ട്. മഹാപീഡനകാലത്ത് മുദ്രയേൽക്കാത്ത ഒരുപാട് പേര് അതിലേക്ക് അംഗങ്ങളായി ചേരില്ലേ? അറിയില്ലേ? മുദ്രയേൽക്കാത്ത, അതായത് സാത്താന്റെ 666 ആ മുദ്രയേൽക്കാത്ത കർത്താവിനെ വിശ്വസിക്കുന്നവരായിരിക്കുന്നവര് കർത്താവ് പണിയുമെന്ന് പറഞ്ഞായിരിക്കുന്ന സഭയിലെ അംഗങ്ങളായി തീരും. 1000 ആണ്ടിൽ എന്ത് സംഭവിക്കും? 1000 ആണ്ടിൽ അനേക ജാതികൾ അതിലെ പങ്കാളികളായി തീരും. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരം നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് 1000 ആണ്ടിലാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോഴല്ല നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ജാതികളുടെ രക്ഷ പൗലോസിന് വെളിപ്പെട്ട മർമ്മം. എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പൗലോസ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. അതോ ജാതികൾ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാവുന്നു എന്നുള്ളത് തന്നെ ആ മർമ്മം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാലത്തിലെ ജാതികളുടെ രക്ഷ എന്ന് പറയുന്നത് അബ്രഹാമിന്റെ പിന്തുടർച്ചയായിട്ട് വന്ന അബ്രഹാമിന്റെ വാഗ്ദത്തത്തിൽ വന്നായിരിക്കുന്ന ജാതികളല്ല. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ വാഗ്ദത്തത്താലുള്ളായിരിക്കുന്ന ജാതികളല്ല നമ്മൾ. ഈ ഇന്നത്തെ ജാതികളുടെ രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് പൗലോസിന് വെളിപ്പെട്ടായിരിക്കുന്ന മർമ്മമാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കണ്ട, ആ വാക്യം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, പിന്നീട് നോക്കിയാൽ മതി. അപ്പം ഈ കർത്താവായ യേശു ക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് മത്തായി 16:18 പറഞ്ഞിരിക്കുന്ന ആ സഭ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം പൗലോസിനെ വിളിച്ചിട്ട് ഈ കൃപായുഗ സഭ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്ന ഈ സഭയുടെ പണി തുടങ്ങിയിരിക്കുന്നത്. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരവുണ്ട്. ആർക്കും അതിന് സംശയമില്ല. ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ എന്ന് അവസാനിക്കും? അത് കറക്റ്റ് റാപ്ചറിൽ അവസാനിക്കും, അല്ലെ? അത് റാപ്ചറിൽ അവസാനിക്കും. പിന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ ഇല്ലേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ റാപ്ചറിൽ ഈ സഭ അവസാനിക്കും, ഞങ്ങൾ റാപ്ചറിൽ എടുക്കപ്പെടുമെന്ന് ഇന്നത്തെ വേർപെട്ട സഭാ ഗ്രൂപ്പുകാരെല്ലാം പറയും. എന്നിട്ട് അവര് പറയും ഇത് ഞങ്ങൾ റാപ്ചറിൽ എടുക്കപ്പെടുമെന്നും പറയും. എന്നിട്ട് പറയും മഹാപീഡനകാലത്ത് മുദ്രയേൽക്കാത്തവര് രക്ഷിക്കപ്പെടുമെന്നും പറയും. ഇതെങ്ങനെ ചേരും? റാപ്ചർ നടക്കുന്നത് എപ്പോഴാ? മഹാപീഡനത്തിന് മുമ്പാ.
അപ്പൊ ഈ മഹാപീഡനത്തിന് മുമ്പ് റാപ്ചർ നടക്കുമെങ്കിൽ ആ റാപ്ചർ പിന്നെ നടന്നു കഴിഞ്ഞാൽ ഈ സഭ അവസാനിച്ചില്ലേ? പിന്നെ മഹാപീഡന കാലത്ത് മുദ്ര ഏൽക്കാത്തവര് ഈ സഭയോട് എങ്ങനെ ചേരും? അപ്പൊ ഇതിൽ ഏത് സഭയാണ് ഏതിലേക്കാണ് ചേരുന്നത്, ഏത് സഭയാണ് അവസാനിക്കുന്നത്, ഏത് സഭയാണ് നിലനിൽക്കുന്നത് എന്നൊന്നും ഇവർക്ക് അറിയില്ല. കാര്യങ്ങളെ തരംതിരിച്ച് മനസ്സിലാക്കാൻ അറിയില്ല. അപ്പം മഹാപീഡന കാലത്ത് ക്രിസ്തുവിന്റെ സഭയുണ്ട് ഇവിടെ. അത് ഏതാ സഭ? കർത്താവ് പറഞ്ഞ സഭ. ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന് പറഞ്ഞായിരിക്കുന്ന യഹൂദന്മാരുടെ സഭ ഇവിടെ ഉണ്ട്. അതിലേക്കാണ് 666 മുദ്രയേൽക്കാത്തവർ ചേർക്കപ്പെടുന്നത്. കാരണം അന്ന് ഈ പൗലോസ് പറയുന്നതായിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭ ഇവിടെ ഇല്ല. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞ ആ സഭ ആ മഹാപീഠത്തിൽ മാത്രമല്ല 1000 ആണ്ടിലുമുണ്ട്. അത് 1000 ആണ്ടിൽ അനേക ജാതികൾ ഒഴുകി വരികയും അതിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. ഒരു സംശയവുമില്ല. അനേക ജാതികള് 1000 ആണ്ടില് പിന്നെ യഹൂദ മതാനുസാരികളായി ചേർന്ന് അതിലേക്ക് ചേരും. അത് അനേകം പ്രവചന വാക്യങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ പൗലോസ് പറയാണ്, എന്താ പറഞ്ഞത്? എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗം സഭയുടെ ഉദ്യോഗമാണ്. 25-ാം വാക്യം. എനിക്ക് ഉദ്യോഗം നൽകിയിരിക്കുന്നു, ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സഭ പൂർവ്വകാലങ്ങളിലും കാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതാണെന്ന്. ഈ സഭ പൗലോസിന്റെ കാലത്ത് ശക്തമായിട്ട് നിലനിന്നെങ്കിലും നിങ്ങൾക്കറിയാമോ പൗലോസിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? പൗലോസിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ സഭയ്ക്ക് വലിയ നാശം സംഭവിച്ചു. പൗലോസ് പറയുന്നില്ലേ, എഫേസോസിലെ മൂപ്പന്മാരോട് പറയുന്നില്ലേ, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവർ വിപരീത ഉപദേശം പ്രസ്താവിച്ചുകൊണ്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുമെന്ന് പറഞ്ഞില്ലേ? അന്നേ നാശം വന്നു. പിന്നെ ഒരു ആശ്വാസം ഞാൻ പറയട്ടെ, ഈ കേരളക്കരയിലൊക്കെ ഈ റൈറ്റ് ഡിവിഷനും ഈ സുവിശേഷവും എത്തിയിട്ട് കുറച്ചേ ആയുള്ളൂ. നമുക്ക് ഇത് അനുസരിക്കാൻ, ഇത് വിശ്വസിക്കാൻ, ഇത് കേൾക്കാൻ, ഇത് കാണാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിനായിട്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇതിന്റെ പങ്കാളികളായി തീരാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യമുള്ളവരാണ് നമ്മളെന്ന് ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറയുന്ന മാതിരി എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നേനെ. ആ ഉൽപ്രാവണത്തിനോട് എടുക്കപ്പെടുമെന്നും പറയും, കർത്താവ് പണിത സഭയാണെന്നും പറയും. ഇതിന്റെ ഒന്നും അന്തസത്ത മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറയും. എന്നെ കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. 26 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. വന്നു ചേർന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ തന്നെ ബൈബിൾ വാക്യങ്ങളെല്ലാം വായിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, എന്നോട് ചിലർ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ അതെന്നെ മൈക്കിൽ കിട്ടുന്നില്ല. അപ്പം അത് എൻ്റെ ഞാനിപ്പോൾ ഒരു ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫോണിൽ കൂടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മൈക്കിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒത്തുവാക്യങ്ങൾ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാതെ ഞാൻ തന്നെ വായിച്ചത്. ഓക്കെ, ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചന യഥാർത്ഥമാണ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.